ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ സ്പൈസി ടേസ്റ്റ് പോലെ ഓണം സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാബേജ് തോരനാണ് കേട്ടോ. നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന ക്യാബേജ് തോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജിൻ്റെ ഇലകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് ഇതുപോലെ കൊത്തി ഒന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾ ഏത് രീതിയിലാണ് അരിയുന്നത് അത് രീതിയിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒന്ന് കൊത്തി അരിയുന്നുണ്ട്. ചോപ്പറിലിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സവോളയും കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ. സവോള ഒരു മീഡിയം സൈസുള്ള സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. സവോളയും കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം പച്ചമുളകോ കാന്താരിയോ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കാന്താരി മുളക് ചേർക്കുമ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രഷ് അയച്ചിരിക്കുക നാളികേരം ഒരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് നമ്മുടെ കരിവേപ്പിലയും കൂടെ ജസ്റ്റ് ഇതുപോലെ ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഞെരടിയല്ല, എന്നാലും അത്യാവശ്യം കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ആണല്ലോ നമ്മുടെ നാടൻ രീതിയിലുള്ള വിഭവങ്ങളൊക്കെ റെഡി ആവുന്നത്. ഓണം സ്പെഷ്യൽ അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂണ് പച്ചരിയോ അല്ലെങ്കിൽ മട്ട റൈസോ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്തപ്പം ക്യാമറ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു വത്തൽമുളക് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴട്ടി ആ ഒരു ഉഴുന്നും റൈസും കൂടെ, അതായത് അരിയും കൂടെ നന്നായിട്ടൊരു ഗോൾഡി ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം. നമ്മുടെ കടുകും അരിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് ഗോൾഡൻ ഷെയ്ഡിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാബേജിൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവകെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് എല്ലാ ഭാഗം നന്നായിട്ട് ഒന്ന് വിടർത്തി, ആ ക്യാബേജ് കൂട്ടി വെക്കാതെ തന്നെ വിടർത്തി ഇതേ രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ലിഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ നമുക്ക് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് കുക്കായ ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സർവിങ് ബൗളിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഓണത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്യാബേജ് തോരൻ തയ്യാറാക്കില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye-bye.